കടപ്പുറത്ത് എത്തിച്ചാ മതി. എന്നാലും എന്റെ സ്ത്രീയെ നിങ്ങളുടെ തന്റെയോട് ഞാൻ സമ്മതിച്ചു. ഇത്രയും വലിയൊരു ബോംബും തലച്ചോട്ടിൽ വെച്ചോട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു ഉളുപ്പില്ലാതെ നെളിഞ്ഞൊന്ന് സംസാരിക്കാൻ പറ്റുന്നു? എന്ത് ബോംബ്? ആരോ എന്തോ പറഞ്ഞൊന്ന് വെച്ച് അതൊക്കെ സത്യമാണെന്ന് തെളിയിക്കാൻ പറ്റുമോ? ആരോ എന്തോ പറഞ്ഞതല്ല. പിന്നെ ആഹാ, മായമോളെത്തിയോ? കൊറേ നേരം ആയോ വന്നിട്ട്? ഇല്ലമ്മേ, ഇപ്പൊ വന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ വെറുതെ ആമയോട് കുശലം പറഞ്ഞങ്ങ് നിന്നുപോയി. ഞാൻ വിചാരിച്ചു മോള് കളക്ടറെ കൂട്ടിയാ വരുന്നേന്ന്. ഓ, അദ്ദേഹത്തിന് എവിടെ ഇതിനൊക്കെ സമയല്ലേ? സർവീസിൽ നിന്ന് രാജിവെച്ചെങ്കിലും 100 കൂട്ടം കാര്യങ്ങളല്ലേ. മോള് വരൂ. ആമി, ഗോമതിയോട് പറയണേ മായമോൾക്ക് കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ. വരും മോളെ. മോളെ, അവര് രണ്ടും കൽപ്പിച്ചല്ലേ? ഞാനും. മോളെ, നിനക്ക് സുഖാണോന്ന് ഞാൻ ചോദിക്കുന്നില്ല. കുശലാന്വേഷണത്തിനുള്ള യോഗ്യത അമ്മയ്ക്കും ഇല്ലല്ലോ. എന്താ മോളെ? മോളെ, മോളെ എന്താ കാണിക്കുന്നേ? മോളെ, എന്താ എന്താ നിനക്ക് പറ്റിയേ? എനിക്ക് പറ്റാൻ പാടില്ലാത്ത എല്ലാം പറ്റി. എന്റെ ജീവിതം തന്നെ വെറുത്തു. ജീവിക്കാൻ യാതൊരു യോഗ്യതയില്ലാത്തവള ഞാൻ. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിന്നെ ആരാ ഇവിടെ ദ്രോഹിച്ചത്? ഞാൻ തന്നെ ദ്രോഹിച്ച. ഞാനാ ചതിച്ച്. മോളെ, അച്ഛനെ പോലെ എനിക്കും ഭ്രാന്ത് പിടിച്ചെന്നാണോ അമ്മ കരുതുന്നേ? അതെ, എനിക്ക് ഭ്രാന്താ. എനിക്ക് ഭ്രാന്ത് പിടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞില്ലേ? ആരും ഒന്നും നശിപ്പിച്ചിട്ടില്ല. നീ ഇപ്പൊ ഇവിടെ സേഫാ എന്നമ്മ പറഞ്ഞാ മതിയോ? എനിക്കല്ലേ എന്റെ ജീവിതത്തെ കുറിച്ച് അറിയാവുന്നത്? ഞാൻ അറിയാത്തതല്ലല്ലോ ഒന്നും. അറിയാത്തത് ഇനി ഒരുപാടുണ്ട്. അമ്മ മാത്രല്ല, പുറം ലോകത്ത് ആരും പോയി. എല്ലാം എന്റെ കൈവിട്ട് പോയി. ഒരു പെണ്ണിന് സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തങ്ങളൊക്കെ ഞാൻ സ്വയം ഏറ്റുവാങ്ങി. മോളെ, എല്ലാം എന്റെ തെറ്റാ. എന്റെ ജീവിതം നശിപ്പിച്ച ഞാൻ തന്നെയാ. ഇനി ഒരിക്കലും ഒരു മടങ്ങി വരവുണ്ടാകാത്ത പോലെ ഞാൻ എന്നെ കൊണ്ടൊരു നശിച്ച കുഴിയിൽ തള്ളി. എന്താ എന്താ ഉണ്ടായേ? എല്ലാത്തിനും കാരണം എന്റെ എടുത്തുചാട്ടമായിരുന്നു. എന്നെ കൊന്നത് ഞാൻ തന്നെയാ. ഇനി എന്റെ സുഖവിവരം അന്വേഷിച്ച് ആരും ഇങ്ങോട്ട് വന്നു പോരുത്. മോളെ, നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? എന്തിനാ മോളെ നീ അമ്മയെ ഇങ്ങനെ തീ തീറ്റിക്കുന്നെ? എല്ലാം അറിഞ്ഞുകൊണ്ട് നിന്റെ കൂടെ നിന്നവളല്ലേ ഞാൻ. നിന്റെ അച്ഛന്റെ മുഴുവൻ പീഡനങ്ങളും അനുഭവിച്ച് ആരോടും ഒന്നും തുറന്നു പറയാൻ പോലും കഴിയാതെ നേരെ നേരെ ജീവിക്കുന്ന ഒരു അമ്മയല്ലേ ഞാൻ. ഇതിൽ കൂടുതൽ ഞാൻ നിനക്ക് വേണ്ടി എന്താ മോളെ ചെയ്യണ്ടേ? നിന്നെ സ്നേഹിക്കാൻ ഞാനില്ലേ, ആദിയില്ലേ, മുത്തശ്ശിയില്ലേ? ഇതിൽ പറ എന്ത് സൗഭാഗ്യം മോളെ നിനക്ക് വേണ്ടത്? ആർക്കും ഒരു തെറ്റ് പറ്റും, നീ അത് തിരുത്തിയില്ലേ? അല്ല, ദൈവം നിന്റെ തലയ്ക്ക് മേൽ കാവൽ നിന്ന് അത് തിരുത്തി തന്നില്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ട് നിന്നെ പൊന്നുപോലെ നോക്കാൻ ഒരാദിയെ നിനക്ക് വരമായി തന്നില്ലേ? പിന്നെ നിന്റെ ജീവിതം എങ്ങനെയാ നശിച്ചു പോയത്? ലോകത്ത് മറ്റേത് പെണ്ണിനേക്കാളും ഭാഗ്യവതി നീയല്ലേ? അല്ല അല്ല അല്ല. എന്തായി കാണിക്കുന്നത്? പറഞ്ഞു മനസ്സിലാവില്ല നിനക്ക്? മോളെ, മോളെ പറയടി, നിനക്ക് എന്താ പറ്റിയേ? പറ. നീ ഇങ്ങനെ കിടന്ന് ബഹളം കൂട്ടി ഇവിടെ ഉള്ളവരെ അറിയിച്ച് എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നിനക്കറിയാലോ. നിന്റെ ജീവിതം നീ നശിപ്പിച്ചെന്ന് നീ തന്നെ പറയുന്നു. ഇനി മറ്റുള്ളവരുടെ ജീവിതം കൂടി നീ കാരണം നശിക്കണോ? എന്താ മോളെ, എന്താ ഇതൊക്കെ?
എന്താന്ന് നീ ഒന്ന് പറ, അല്ലെങ്കിൽ ഈ അമ്മ നെഞ്ചു പൊട്ടി മരിച്ചു പോകും. പറ്റിപ്പോയി അമ്മ, എനിക്ക് ചതി പറ്റിപ്പോയി. ഞാൻ സ്നേഹിച്ചത് ഒരു ചതിയനായി പോയി. നീ പറയുന്ന അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. ഷാനു ഷാനു സുലൈമാൻ അവൻ എന്നെ ചതിക്കായിരുന്നു. നീ എന്തായി പറഞ്ഞത്? ഞാൻ സ്നേഹിച്ചതും വിശ്വസിച്ചതും എല്ലാം ഒരു ചെകുത്താനായിരുന്നു. അറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയമ്മ. അവൻ എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നു, സ്നേഹം കാണിച്ച് പ്രലോഭിപ്പിക്കായിരുന്നു. ഈ ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ ആയിരുന്നു അവൻ. ഞാൻ അറിഞ്ഞില്ല, ഒന്നും ഞാൻ അറിഞ്ഞില്ല അമ്മ. ദൈവപുത്രൻ എന്ന് ഇതുവരെ നിങ്ങൾ വിശ്വസിച്ച ഷാനു സുലൈമാൻ ചെകുത്താന്റെ സന്തതിയാണെന്ന് ലോകം കണ്ട ഏറ്റവും വലിയ ഫ്രോഡാണെന്ന് തകർന്നു പോയമ്മ. ഞാനിപ്പോ വെറും ജീവശവ. മോളെ, ഈ ഭൂമിയില് ഇപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഞാൻ തന്നെയാ. എന്തിനായിരുന്നു അമ്മ എനിക്ക് ഇങ്ങനെ ഒരു പാഴ്ജന്മം? നീ പാഴ്ജന്മാണെന്ന് ആര് പറഞ്ഞു മോളെ? നീയല്ല, ഞങ്ങളെ ശരിക്കും പാഴ്ജന്മങ്ങൾ. നിന്നെ സൃഷ്ടിച്ച നിന്റെ അച്ഛനും അമ്മയും